എടാ, ഈ അടുത്ത കാലത്തായിട്ട് നിന്നെ ദേഷ്യം പിടിക്കുന്ന സുഖം പുറത്തേക്ക് വരുന്നുണ്ടാ? എന്ത് ചെയ്യാനാടാ? ഇഷ്ടമില്ലാത്ത കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോ അറിയാതെ ദേഷ്യപ്പെട്ടു പോകും. ചിലര് പിരാന്താക്കാനായിട്ട് നിൽക്കുന്നതുകൊണ്ട്. എടാ, ദേഷ്യപ്പെട്ടതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടാ? ഒന്നും കിട്ടാനില്ലടാ. നീ ദേഷ്യപ്പെട്ടത് കൊണ്ട് ചിലപ്പം ഒച്ചത്തിൽ സംസാരിക്കും, ചിലപ്പോ വായി തോന്നുന്ന വിളിച്ചു പറയും, ചിലപ്പോ പിടിച്ച തെറിയൊക്കെ പറയും, ചിലപ്പോ കയ്യിൽ കാണുന്ന എടുത്തെറിയും. അതിനെക്കൊണ്ട് നഷ്ടങ്ങളല്ലാതെ എന്തെങ്കിലും നേട്ടമുണ്ടാ? നീ ഒന്ന് ആലോചിക്കേ. എന്ത് ചെയ്യാനാടാ? ദേഷ്യപ്പെടണ്ടെന്ന് വിചാരിക്കും, ക്ഷമിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ കഴിയുന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പം പെട്ടെന്നൊരു പെട്ടെന്ന് വരുന്ന റിയാക്ഷൻ ആണത്. അത് മാറ്റണം എന്ന് വിചാരിക്കും, പക്ഷെ പറ്റുന്നില്ലെന്നേ. അതൊക്കെ ശ്രമിച്ചാൽ പറ്റുന്നതേ ഉള്ളൂ. എല്ലായിടത്തും പൊട്ടിത്തെറിക്കാവുന്ന സംഗതി നടക്കൂലല്ലോ. നമ്മൾ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കന്നെ വേണം. എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രഷർ കയറിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കോപിച്ചിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നും കിട്ടാനില്ല. അതൊക്കെ നീ പറഞ്ഞ ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ? ദേഷ്യപ്പെടണ്ടെന്ന് വിചാരിക്കും, കോപിക്കണ്ടെന്ന് വിചാരിക്കും, പക്ഷെ അതിനെന്തെങ്കിലും മാർഗമുണ്ടോ നോക്കണം. അതിനുള്ള മാർഗം, ആ നീ ആട്ടിൻ സൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടാ? ആട്ടിൻ സൂപ്പാ? കേട്ടിട്ടുണ്ട്. അത് കഴിച്ചാ ദേഷ്യം പോവോ? ക്ഷമ കിട്ടോ? നല്ല ആളോടെ പറഞ്ഞ്. വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതൊക്കെ അവർ ചെയ്തോളൂ. നീ ആട്ടിൻ സൂപ്പിന്റെ കാര്യം പറ. എടാ, ആട്ടിൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്രയും ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതേപോലെ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. ക്ഷമിക്കണം. അതിന് ഞാനൊരു ഹിക്മത്ത് പറഞ്ഞുതരാം. ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ, ആരെങ്കിലും നമ്മളൊന്ന് കലമ്പാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മളത് അങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അവര് പറയുന്ന മണ്ടത്തരമാണെന്നുള്ള രീതിയിൽ നമ്മൾ മുണ്ടാടുക്കുക, എന്നിട്ട് അങ്ങോട്ടൊന്ന് ചിരിക്കുക. എന്തോ പറയുമ്പോൾ അങ്ങോട്ട് ചിരിച്ചാൽ മതി. ഒരു ഇൻസൾട്ട് ചെയ്ത് ചിരിയില്ലേ, അങ്ങനെ ചിരിച്ചാൽ മതി. ഒരു ഇൻസൾട്ട് ചെയ്ത് ചിരിക്കല്, അങ്ങനെ ചെയ്താൽ മതി. അത് നല്ല ഐഡിയ ആണ്. അപ്പൊ ഇൻസൾട്ട് ചെയ്ത് ചിരിച്ചാൽ മതി അല്ലേ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. എടാ, ഇൻസൾട്ട് ആണെന്ന് അവർക്ക് തോന്നാൻ